കനേഡിയൻ ഇമിഗ്രേഷൻ മിനിസ്ട്രിയിൽ നിന്നും ഫെഡറൽ ഗവൺമെന്റിൽ നിന്നുമൊക്കെ നിരവധി അപ്ഡേറ്റുകളാണ് ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ടെമ്പററി ഫോറിൻ വർക്കേഴ്സിന്റെ നിയമനത്തിലുള്ള പോളിസി ചേഞ്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ മാർക്ക് മില്ലർ ഇമിഗ്രേഷൻ മിനിസ്റ്റർ, പാർപ്പിട മന്ത്രി ഷോൺ ഫ്രേസർ മുതലായവരൊക്കെ പല ചർച്ചകളിലും പങ്കെടുക്കുകയും അതേപ്പറ്റിയുള്ള വിശകലനങ്ങളൊക്കെ തത്സമയം തന്നെ CTV, ഗ്ലോബൽ ന്യൂസ് മുതലായ ന്യൂസ് ചാനലുകളിൽ പുറത്തുവിടുകയുണ്ടായി. നമുക്ക് മലയാളത്തിലുള്ള ഒരു ചെറിയ വിശകലനം കനേഡിയൻ മലയാളം ന്യൂസിലൂടെ നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണും ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുക. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് അഥവാ മറ്റു രാജ്യങ്ങളിൽ നിന്നും കാനഡയിലേക്ക് സീസണൽ ജോലികൾക്കായിട്ടോ കൺസ്ട്രക്ഷൻ ജോലികളിലായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് ജോലികളിലായിട്ടോ ഒക്കെ വരുന്ന ആളുകൾ, അവരുടെ നമ്പർ ഇനി വെട്ടിച്ചുരുക്കുകയാണ്. ഒരു കമ്പനിയുടെ 10% വർക്ക് ഫോഴ്സിനേ ഉള്ളൂ ഇങ്ങനെ ഇനി നിയമിക്കാൻ മുന്നോട്ട് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം വരെ ഇത് 20%. ഇന്ത്യയിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം 23,000-ലധികം ആളുകൾ ഇങ്ങനെ ജോലി തേടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊരു കാരണം എന്ന് പറയുന്നത് കാനഡയിൽ ഇപ്പോൾ വർക്ക് ഫോഴ്സ് അവൈലബിൾ ആണ്. കോവിഡിന്റെ സമയത്ത് ഇവിടെയുള്ള ചെറുകിട ബിസിനസ്സുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ആളുകളെ കിട്ടുന്നില്ലായിരുന്നു. അത് കാരണമാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിയുമ്പോഴേക്കും കനേഡിയൻസ് ആയിട്ടുള്ളവർ അഥവാ ഇവിടെ ജനിച്ചു വളർന്നവർ, പിന്നെ PR ഇവിടെ വന്നിട്ടുള്ളവർ, ഇവർക്കൊക്കെ ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. ആയതിനാൽ ഇങ്ങനെയൊരു പോളിസി ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അനൗൺസ്മെന്റിൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്, PR വന്നിട്ടുള്ളവരുണ്ട്, ഇവിടെ സിറ്റിസൺസ് ആയിട്ടുള്ളവരുണ്ട്, അവരുടെ മക്കളുണ്ട്. ഇവരെല്ലാവരും ട്രെയിൻഡ് ആയിട്ട് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ തുടർന്നും സ്കിൽ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു പകരക്കാർ ആയി മാറും എന്നാണ് കനേഡിയൻ ഗവൺമെന്റ് ഇപ്പോൾ വാദിക്കുന്നത്. പ്രത്യേകിച്ചും പല അഭിപ്രായ സർവേകളും പല സമയങ്ങളിലായിട്ട് ഇവർ നടത്തുന്നുണ്ടായിരുന്നു. അതുപ്രകാരമാണ് ഇങ്ങനെയൊരു ചേഞ്ചിലേക്ക് ഇപ്പോൾ കനേഡിയൻ ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഇതേ തുടർന്ന് നിരവധി ചർച്ചകളിൽ മിനിസ്റ്റേഴ്സ് പങ്കെടുക്കുകയും അവരോട് നിരവധി ക്വസ്റ്റ്യൻസ് പത്രമാധ്യമങ്ങൾ ചോദിക്കുകയുമുണ്ടായി. അതിൽ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PR അഥവാ പെർമനന്റ് റെസിഡൻസിയിലെ നമ്പറിൽ ഇനി ചേഞ്ചസ് ഉണ്ടാവുമോ എന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കനേഡിയൻ ഗവൺമെന്റ് കൊടുക്കുന്നത് 5 ലക്ഷത്തോളം, ഏകദേശം 4,85,000 ഈ വർഷത്തെ കോട്ട എന്ന് പറയുന്നത് 2024. അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 5 ലക്ഷം തികച്ചില്ല, നമുക്ക് ഇത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും, എന്നാൽ വരും വർഷങ്ങളിൽ ചിലപ്പോൾ അതിനുള്ള ചേഞ്ചസിനുള്ള സാധ്യത ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇനി ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസ് അവരൊക്കെ PR-ന്റെ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് വരുന്നത്. നമ്പേഴ്സ് ഷ്രിങ്ക് ചെയ്യുകയാണെങ്കിൽ, കുറഞ്ഞു പോവുകയാണെങ്കിൽ മുന്നോട്ട് വരുന്ന ആളുകൾക്ക് PR ലഭിക്കാനുള്ള സാധ്യത ഒരു ക്വസ്റ്റ്യൻ ആയി മാറും. അത് കാരണം നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കുക. പ്രത്യേകിച്ചും എക്സ്പ്രസ് എൻട്രി സ്കോർ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ CRS കാൽക്കുലേറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുവഴി നമുക്കൊരു ഇൻസൈറ്റ് കൃത്യമായിട്ടും ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും +2 കഴിഞ്ഞാണോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടൊക്കെയാണോ കാനഡയിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിലും ഇത്തരം ചേഞ്ചുകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പല റിപ്പോർട്ടുകളും കണ്ടപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, കഴിഞ്ഞ വർഷം കാനഡയിൽ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിലേക്കും ഏകദേശം 1 ലക്ഷത്തിന് മേളിൽ ആളുകൾ പോയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും. പിന്നെ US-ലേക്ക് 2 ലക്ഷത്തിലധികം പോയിട്ടുണ്ട്. 50,000-ലധികം ആളുകൾ UK-യിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെയെല്ലാം ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലും ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ നമ്പർ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. കാനഡയിൽ ഓൾറെഡി നമുക്കിപ്പോൾ സ്റ്റുഡൻസിൻ്റെ നമ്പർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പഴയ ന്യൂസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. സ്റ്റുഡൻസിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് ഇവിടെ വന്ന ശേഷം 1 വർഷത്തെ കോഴ്സാണെങ്കിൽ 1 വർഷം കൂടെ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ 2 വർഷത്തെ കോഴ്സാണെങ്കിൽ 3 വർഷം ഇവിടെ നിൽക്കാം. അങ്ങനെ നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. കോവിഡിന്റെ ഇടയ്ക്ക് എക്സ്റ്റൻഷൻസ് കിട്ടുന്നുണ്ടായിരുന്നു കൂടുതൽ സമയം ഇവിടെ നിൽക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ വർക്കേഴ്സിന്റെ ക്ഷാമം ഉണ്ടായിരുന്നു. അത് കാരണമാണ് എക്സ്റ്റൻഷൻസ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടെമ്പററി വർക്കേഴ്സിന്റെ നമ്പർ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എക്സ്റ്റൻഷനുള്ള സാധ്യതകൾ
നമുക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഏകദേശം 70,000-ഓളം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവരുടെ വർക്ക് പെർമിറ്റ് ഒക്കെ തീരുന്നത്. അത് തീർന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ സാധിക്കില്ല. കാരണം വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമ്മൾക്കിവിടെ ഒരു ജോലിയിലും പ്രവേശിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പല സമരങ്ങളും, ഏകദേശം 70,000-ഓളം ആളുകളാണ് ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല ചർച്ചകളും ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യൻ ചാനലുകളിലും അതോടൊപ്പം തന്നെ കനേഡിയൻ ചാനലുകളിലും ഒക്കെ കാണുകയുണ്ടായി. കാനഡയിൽ ഇപ്പോൾ പല എക്സ്പ്രസ് എൻട്രി ടോസും PNB ടോസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ ന്യൂസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏകദേശം ജൂലൈ ഓഗസ്റ്റ് സമയത്ത് തന്നെ 25,000 പേർക്കോളം ഇൻവിറ്റേഷൻ ടു അപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും നല്ല വാർത്ത തന്നെയാണ് തീർച്ചയായിട്ടും. എന്തൊക്കെയാണ് ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പല ന്യൂസ് ചാനലുകൾ വഴിയും നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ചും CTV, ഗ്ലോബൽ ന്യൂസ്, പിന്നെ നമ്മുടെ മലയാളം ചാനലുകൾ, നമ്മുടെ ചാനൽ കാനഡ മലയാളം ന്യൂസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കാണുക, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചെറിയ ചെറിയ ഷോർട്ട് അപ്ഡേറ്റ്സ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.